കഴിഞ്ഞ ദിവസം പുളിക്കല് പോയപ്പം വൈകുന്നേരം ഞങ്ങള് കുറച്ച് മാങ്ങ പറിച്ചിട്ടോ. ടെറസിന്റെ മേലെ കയറിയിട്ട് കൈകൊണ്ടെത്തുന്ന ഭാഗത്തുള്ള മാങ്ങയൊക്കെ മാക്സിമം പറിച്ച്. പക്ഷെ കുറേയൊക്കെ വലുതായിട്ടില്ല. അപ്പം അത്യാവശ്യം വലിപ്പമുള്ളത് നോക്കിയിട്ടാണ് പറിച്ചത്. പിന്നൊക്കെ നമ്മള് കൊക്ക എടുത്തിട്ട് കുറച്ച് ഒരു 5, 6 എണ്ണം മാത്രമേ കൊക്ക എടുത്തിട്ട് പറിച്ചിട്ടുള്ളൂ. കാരണം ബാക്കിയൊക്കെ നമുക്ക് കൈകൊണ്ടെത്തുന്ന ഭാഗത്ത് തന്നെയേനു. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കൈകൊണ്ടൊക്കെ മാങ്ങ പറിക്കാന്ന് പറഞ്ഞാല് എന്നെ സംബന്ധിച്ച് ഭയങ്കര അത്ഭുതം തന്നെ. കാരണം ചെറുതാവുന്ന സമയത്തൊക്കെ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ വീട്ടിലും ഇങ്ങനെ മാവും മാങ്ങയൊക്കെ ഇങ്ങനെ ഒരുപാട് നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ അതൊന്ന് എന്താ പറയുക കഴിക്കാൻ വേണ്ടിയിട്ട് എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയാം. കാരണം ആ ഒരു സമയത്ത് നമ്മളെ വീട്ടിലില്ലേനു മാങ്ങ ഒന്നും ട്ടോ. അങ്ങനെ ഇപ്പൊ ഇതാ നമ്മളൊക്കെ വലുതായി കഴിഞ്ഞ് നമുക്കൊക്കെ മക്കളായി കഴിഞ്ഞപ്പോൾ ഇപ്പൊ വീട്ടിലിങ്ങനെ ഒരുപാട് മാങ്ങ ഉണ്ടായപ്പം പക്ഷെ ഇപ്പോഴും അതൊരു അത്ഭുതം തന്നെയാണ്. നമ്മളെ വീട്ടിലിങ്ങനെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ട് നമ്മളതിങ്ങനെ നമ്മളന്നെ കൈകൊണ്ടത് പറിക്കുമ്പോൾ അത് വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ് ശരിക്കും പറഞ്ഞാല്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വീട്ടിൽ സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒന്നും ഇല്ലേനു ട്ടോ. ഒരുപാട് ചെടികളും പൂക്കളൊക്കെ ഉണ്ടിരുന്നല്ലാണ്ട്. അങ്ങനെ സ്കൂൾ വിട്ട് വരുന്ന വഴിക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ വീട്ടിലും ഇതുമാതിരി മാങ്ങ, ചാമ്പക്ക, പേരക്ക, പുളി, അതുപോലെ തന്നെ പിന്നെ വേറെ ഒന്നുണ്ട്, ഒരു ആപ്പിൾ ചാമ്പക്ക എന്ന് പറഞ്ഞിട്ട്. അതിന്റെ ഇല പോലും നമ്മൾ കഴിക്കേനു ട്ടോ. പിന്നെ കൊടംപുളിന്റെ ഇല, അങ്ങനെ ഒരുപാട് സാധനം. പിന്നെ വേറെ ഒന്നുണ്ട്, ബദാം. പഴുത്ത ബദാം വവ്വാലൊക്കെ കടിച്ചത് വെക്കും. പക്ഷെ നമ്മൾ അന്നേരം അതൊന്നും ചിന്തിക്കില്ലല്ലോ. അതെല്ലാം എടുത്തിട്ട് വീട്ടിൽ കൊണ്ടിട്ട് ചിലപ്പോൾ കഴുകാണ്ട് തന്നെ കല്ലുകൊണ്ട് കുത്തി പൊട്ടിച്ച് അതിൻ്റെ അകത്തുള്ള ബദം കഴിക്കുക ചെയ്യാം. ചിലപ്പോൾ പുറത്തുള്ള ആ ഒരു പിങ്ക് കളറിൽ അതന്നെ കഴിക്കട്ടോ, നല്ല ടേസ്റ്റ് അതിൻ്റെ ഒരു നീരിന്. പക്ഷെ ഇപ്പൊ അത് ആലോചിക്കുമ്പോൾ തന്നെ എന്തോ അറപ്പാവുന്ന പോലെ. ഇപ്പൊ ആ ഒരു ഭാഗത്തേക്കേ നമ്മൾ അടുക്കൂലല്ലോ. പക്ഷെ അന്ന് നമ്മളതൊന്നും ചിന്തിക്കില്ലേനും. പക്ഷികൾ കടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അത് അസുഖം വരും, അങ്ങനെ ഒരു മൈൻഡേ ഒന്നും ഇല്ലേനല്ലോ. അങ്ങനെ നമ്മളെന്ത് ചെയ്യും, വീട്ടിലെത്താൻ ഏകദേശം കുറച്ച് സമയം ഉണ്ടാവുള്ളൂ ട്ടോ. എന്നാലും ഓരോ വീട്ടിൽ കേറിയിട്ട് വെള്ളത്തിന് ദാഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വെള്ളം എന്ത് ചെയ്യും, കുപ്പിയിൽ വെള്ളം നിറയ്ക്കും. അങ്ങനെ വെള്ളം നിറച്ച് വരുന്ന വഴിക്ക് എന്ത് ചെയ്യും, ആ വീട്ടുകാരോട് ചോദിക്കും, കുറച്ച് ചാമ്പൊക്കെ എടുക്കട്ടെ അല്ലെങ്കിൽ കുറച്ച് പേരക്ക എടുക്കട്ടെ. അപ്പൊ എന്ത് ചെയ്യും, ഇവര് കുറച്ച് തരുമല്ലോ. അപ്പൊ സത്യം പറഞ്ഞ കാര്യമായിട്ട് വെള്ളത്തിന് ദാഹിച്ചിട്ടൊന്നുമല്ല, വെള്ളത്തിന് കുറച്ചേ ദാഹം ഉണ്ടാവുള്ളൂ. മെയിൻ ഉദ്ദേശം എന്തേലും ഇതൊക്കെ വാങ്ങണം എന്നുള്ളതിന്. പക്ഷെ ഒന്നും കട്ടെടുക്കലൊന്നും ഇല്ലേനു ട്ടോ. ആൾക്കാരോട് ചോദിച്ചിട്ട് തന്നെ എടുക്കല്. അതുപോലെ തന്നെ ഒന്നിനും ഇതുപോലെ ചെറീസ്, പച്ച ചെറീസ് ഇങ്ങനെ ഒരുപാട് കായ്ച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കും. അങ്ങനെ 2, 3 പ്രാവശ്യമൊക്കെ ചോദിക്കും വീട്ടുകാരോട്. പിന്നെ നമ്മൾ ചോദിക്കുന്നത് മടിയല്ലേ. പിന്നെ ആ വഴിക്ക് പോകൂല. പിന്നെ ഇങ്ങനെ നോക്കി നിൽക്കും ചോദിക്കാൻ മടിച്ചിട്ട്. പക്ഷെ ഇപ്പൊ അതാ എന്താണ് വേണ്ടത്, ആവശ്യത്തിലധികം എല്ലാ സ്ഥലത്തും ഉണ്ട്.